മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെ തന്നെയുള്ള ഒരു ദിവസമായിട്ടോ ഇന്ന് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ തമിഴിൽ പറഞ്ഞത്. നമുക്കൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ മനസ്സിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ നമ്മളെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ ഉണ്ടാവും. പക്ഷേങ്കിൽ എന്തോ നമുക്ക് എവിടെയോ ഒരു സങ്കടം വന്നിങ്ങനെ ചങ്കിൽ നിൽക്കുന്ന പോലെ ഒരു ദിവസം ഉണ്ടാവില്ലേ, ഒരു സമയം ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ദിവസമായിട്ടേ ഇത്. എന്നാലോ നമുക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളേതായതല്ലാത്ത നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ കൈകൾ എന്നെ എത്തണമെന്ന് പറയുന്ന പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഡേ ആട്ടോ. അങ്ങനെ ഡേ ഞാൻ എങ്ങനെയായാലും കുത്തിപ്പൊന്തിച്ച് തുടങ്ങിയിട്ടുണ്ടേന് കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഞ്ഞും അതേപോലെ തന്നെ ഒരു മൂടിയ കാലാവസ്ഥ. കൂട്ടത്തിലാണെങ്കിൽ എൻ്റെ മൈൻഡും വലിയ ക്ലിയർ ഇല്ലേന് കേട്ടോ. അങ്ങനെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് മോൻ്റെ കാര്യത്തിൽ വേഗം പത്തിരിയും ചുട്ട് അവനെ വേഗം പറഞ്ഞേച്ചട്ടോ. അപ്പോൾ അവൻ്റെ പുറകെ പോകാൻ ഇതാ ഫൈസാൻ മോനും കുഞ്ഞി കൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മൈൻഡ് എത്ര സങ്കടപ്പെട്ടാലും നമ്മളെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് നമ്മളെ മൈൻഡ് കുറച്ച് ക്ലിയർ ആവും. അങ്ങനെ ഇതാ മോൻ്റെ പുറകെ മോനും പോയിട്ടോ. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞാൽ മെല്ലെ നമ്മളെ വയലിലേക്കൊന്ന് വന്നിട്ടോ. കുറച്ച് സമയം അവിടെ നിന്ന് മോൻ്റെ കാരണം പറഞ്ഞ് ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്ത് അവിടെ നിന്നേ. അങ്ങനെ ഇതാ ഞാനിപ്പോൾ അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു വന്നേരം ഉമ്മ മെല്ലെ ചൂലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മക്ക് നടക്കാൻ വയ്യാന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മെല്ലെ ഉമ്മ വാക്കർ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ ഞാൻ അടിച്ചു വാരി കേട്ടോ. ഉമ്മനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കേണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഇതാ നമ്മൾ പത്തിരിയും അതേപോലെ തന്നെ ചെറുപയർ കറിയൊക്കെ ആക്കിന് കേട്ടോ. പിന്നെ കാരണം ഉമ്മ ചിക്കൻ കറിയൊന്നും കൂട്ടൂലേ. അങ്ങനെ ഞാനിതാ ഈ ഒരു അടുപ്പിൽ വെള്ളം വെക്കൽ സാധാരണ നമ്മളൊരു 7 മണിയാകുമ്പോഴേക്ക് വെക്കണത് ഇന്ന് ഞാൻ തിരിഞ്ഞ് കളിച്ചിട്ട് ഒരു 10-11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അടുപ്പിൽ തീ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ എൻ്റെ മൈൻഡും ക്ലിയർ ഇല്ല, അതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ വേറെ ആരും ഇല്ല കേട്ടോ, അമ്മായിയും ഇല്ല, അതേപോലെ തന്നെ ഉമ്മാമയും ഞാനും ഉള്ളൂ. പിന്നെ ഉമ്മാക്ക് വയ്യാത്താണല്ലോ. അപ്പം പിന്നെ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് നല്ല മോനെ പോയി ഉറക്കിട്ടോ. കാരണം അവനെ ഉറക്കിയാലാന്ന് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നടക്കും. അങ്ങനെ ഞാൻ അവനെ ഉറക്കിയിട്ട് വേഗം പോയിട്ട് അടിച്ചു വാരി തുടക്കാനൊക്കെ പോയിട്ടോ. നമ്മൾ ദിവസവും അടിച്ചു വാരി തുടക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു ദിവസവും നമ്മൾ എന്തൊരു ഇടങ്ങാറുണ്ടെങ്കിലും അത് നമുക്ക് പുറമേ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത് പക്ഷേ നമ്മൾ വീട്ടമ്മമാരങ്ങനെയാണല്ലോ, നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും നമുക്കത് പുറമേ കാണിക്കാനുള്ളൊരു കഴിവില്ല എന്ന് സത്യത്തിൽ പറയാം. കാരണം നമുക്ക് ചുറ്റും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാവും. അങ്ങനെ ഞാൻ വേഗം അടിച്ചൊക്കെ വാരി തുടച്ചിട്ടതിന് ശേഷം എൻ്റെ മൈൻഡ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ മൈൻഡിന് പറ്റിയെന്ന് ചോദിക്കും. സത്യത്തിൽ അന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് പോലും തിരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ മനസ്സിലും ചങ്കിലൊക്കെ എന്തോ വന്ന് അടഞ്ഞ മാതിരി ഒരു ദിവസേന കേട്ടോ. എന്നാലോ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എല്ലാം ഇങ്ങനെ ഓരോരോ ഹാലുമലായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈൻഡ് ക്ലിയർ ആക്കാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് എൻ്റെ വീട്ടിലെ ചെടികൾ, അപ്പോൾ അവരോട് കുറച്ച് സമയം നമ്മളൊന്ന് അവിടെ പോയി നിന്നാൽ കുറച്ചൊക്കെ മൈൻഡ് ക്ലിയർ ആകും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം, എന്നാലും ഞാൻ എനിക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ആ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അതുമാത്രം ചെയ്ത് നിന്നാൽ പോരല്ലോ. അപ്പോൾ ഇതാ നമ്മൾ വേഗം തന്നെ ഇനിയിപ്പം ബാക്കിയുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാമയും കൂടുന്നുണ്ട് കേട്ടോ. ഉമ്മാമയും ഞാനും കൂടി. അപ്പോൾ വലിയ സംസാരങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഞാനിങ്ങനെ എന്തുണ്ടാക്കുന്നുണ്ട്, ഇന്നാണെങ്കിൽ അമ്മായി ഇല്ല, അമ്മായി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. ഇനിയിപ്പോൾ ഉമ്മാമനോട് അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഈ ഒരു മീൻ മുറിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. എന്നെ പോലാണോ നിങ്ങളും കൂടി ഒന്ന് പറയണേ. ഈ ഒരു മീൻ, ഒരുപാട് മീനുകളാരോ നമ്മളെ മൈൻഡ് നമ്മളെ ചെറുപ്പകാലം മുതലേക്കുള്ള ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇന്നാണെങ്കിൽ എനിക്ക് വലിയൊരു മൈൻഡ് ക്ലിയറും ഇല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂടുന്നുണ്ട് കേട്ടോ. മീൻ 10 മിനിറ്റ് കൊണ്ട് മുറിക്കുന്ന മീൻ സത്യത്തിലൊരു അരമണിക്കൂർ എടുത്തിട്ടാട്ടോ ഈ മീൻ മൊത്തത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഞാനങ്ങ് സത്യത്തിൽ എവിടെയൊക്കെയോ എത്തിപ്പോയിട്ടുണ്ടായി കേട്ടോ ഈ മീൻ കയ്യിൽ പിടിച്ചിട്ട്. എൻ്റെ വാചകം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. എന്നും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക്, നമ്മളെ മൈൻഡിൽ സന്തോഷവും സങ്കടങ്ങളും എല്ലാം വരുന്നൊരു സംഭവമാണല്ലോ മനുഷ്യന്മാരാകുമ്പോൾ. അപ്പോൾ വീട്ടമ്മമാർക്ക് എന്താ, നമുക്ക് സങ്കടങ്ങളൊക്കെ വരൂലേ, പക്ഷേങ്കിൽ നമുക്കത് പുറമേ കാണിച്ച് നിൽക്കാനൊന്നും പറ്റൂല കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേണേ. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണോ, എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ഞാൻ എൻ്റെ ഗാർഡൻ്റെ വീഡിയോ ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്നും ഡെയിലി വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിയാവില്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ ചെടികൾ ഇഷ്ടംമാതിരി ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കൂടിയും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു വേറെ ചാനലിലൊന്നും ഇനിയിപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ എൻ്റെ 2 വീഡിയോസ് ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും 2 വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനും കൂടി കേട്ടോ ഞാൻ ഈ ഒരു ഇടയ്ക്ക് ഞാൻ ഈ ഒരു ടൈമിൽ ഇതും കൂടിയും പറഞ്ഞത്. അങ്ങനെ ഞാൻ സംസാരിച്ച് ഞാനിപ്പോൾ കറികളൊക്കെ റെഡിയാക്കാം കേട്ടോ. നമുക്ക് സത്യത്തിൽ നമ്മളെ മൈൻഡ് ക്ലിയർ അല്ലെങ്കിലേ നമ്മളധികം പാചകത്തിനൊന്നും വെറൈറ്റി ഒന്നും കണ്ടെത്താൻ നിൽക്കരുത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ കലക്കിയിട്ടുള്ള മീൻകറിയും അതേപോലെ തന്നെ വരട്ടിയതൊക്കെ കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണത്തിലൊക്കെ ഏർപ്പെട്ടാൽ സത്യത്തിൽ അത് നമുക്ക് നടക്കില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കുറ്റവും കുറവൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും മൈൻഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ റെഡിയാക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ മാങ്ങ കാണിച്ചെന്താണോ, അപ്പുറത്തുനിന്ന് നമുക്ക് സാവിത്രി ചേച്ചി അവർ വാങ്ങിയ മാങ്ങയെന്ന് അവർ കറിയിലിട്ടതിന് ശേഷം നമുക്ക് കൊണ്ടുതന്നു കേട്ടോ. നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങട്ട കറി. പക്ഷേങ്കിൽ ഇവിടെയാണ് എൻ്റെ സുൻകാക്കിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനെന്ത് തീരുമാനിച്ച് വരട്ടുന്ന മീനിൽ മാങ്ങ ഇടാമെന്ന് കരുതി കേട്ടോ. കാരണം മാങ്ങ തേങ്ങ അരച്ച കറിയിലിട്ടാൽ മൂപ്പര് കൂട്ടൂല. മൂപ്പർക്കാണെങ്കിൽ കലക്കി കറി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ചട്ടി നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേനോ, ആ ചട്ടി ഞാൻ നല്ല അടിപൊളി മയക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മയക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇടയിൽ നമ്മളെ വാചകം കുറച്ചൊന്ന് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് പാചകത്തിലേക്ക് പോയാലോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ കറി വെക്കുക. ഇവിടെ ഞാൻ മീൻ മുളകിട ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ കൈകൊണ്ട് തന്നെ നല്ലോണം ഞെരടിയൊക്കെ എടുത്തിട്ട് വറ്റിച്ച് വെക്കുക എന്ന് പറയല്ലേ. 2 രീതിയിൽ വെക്കും കേട്ടോ കറി. നമുക്കിപ്പോൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നല്ലോണം വാട്ടിയിട്ടൊക്കെ വെക്കും. ഇതിപ്പോൾ നമുക്ക് ചോറിനായതുകൊണ്ട് അപ്പോൾ മാങ്ങയൊക്കെ ഇടുന്നുണ്ട് നമ്മളിപ്പോൾ വരട്ടിയിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തക്കാളിയിൽ നിന്ന് പെറുക്കുന്ന വേറൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു കാര്യവും ഇല്ലാണ്ട് നമ്മളെ ശരീരത്തിൽ കയറേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു തക്കാളീൻ്റെ തൊലി എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് ദഹിക്കുകയും കൂടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങ് പോയ ഉമ്മാന്ന് വെച്ചാൽ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തോല് കളയും, എന്നിട്ട് കറി വെക്കും കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല കുറുകലും കിട്ടും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിലായ തക്കാളി ഞാനൊന്ന് വേവിച്ചെടുത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കേട്ടോ പെറുക്കിയെടുത്തത്. അപ്പോൾ അതാകുമ്പോൾ നമ്മളെ ശരീരത്തിൽ കയറുകയില്ല. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളെ മാങ്ങയോ അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിക്കില്ല കേട്ടോ. വെളുത്തുള്ളി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. മാങ്ങൻ്റെ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മീൻ വറ്റിക്കുന്നത്. അങ്ങനെ ഞാൻ അതും അടുപ്പിൽ വെച്ചിട്ട് വേഗം മറ്റേ മീൻ കറി കലക്കിയിട്ടുള്ള കറിയിലെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് പുളിവെള്ളവും തക്കാളിയൊക്കെ ഇട്ടിട്ട് മീനോട്ട് വെക്കുന്ന കേട്ടോ നമ്മളെ കലക്കിക്കറി. അങ്ങനെ 2 കറി ഞാൻ അടുപ്പിലേക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടി മയക്കിയതെന്ന് പറഞ്ഞാൽ ഉമ്മ പറഞ്ഞു തന്നതിനുണ്ട്. അങ്ങ് പോയാരോ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം എന്തെങ്കിലും കഞ്ഞിയോ ചോറൊക്കെ വെച്ചിട്ട് അതും കൂടി ഒന്ന് അങ്ങനെ മയക്കിയെടുത്താൽ പിന്നെ നമുക്ക് ആ ചട്ടീൻ്റെ ഈ ഒരു മണ്ണിൻ്റെ ചോയൊന്നും ഉണ്ടാവില്ല. സത്യത്തിൽ ഉമ്മ പറഞ്ഞത് കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു കഴിഞ്ഞ ദിവസം കഞ്ഞി വെച്ചതിന് ശേഷമായിട്ട് ഇന്നിപ്പോൾ കറി വെച്ചത്. അപ്പോൾ സത്യത്തിൽ നല്ലോണം മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടി. അങ്ങനെ പിന്നെ ചോറൊക്കെ കറിയൊക്കെ ആയി കുറച്ച് മീനൊക്കെ പൊരിച്ചതിന് ശേഷം ഒരാൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിട്ടോ. ഇപ്പോൾ കണ്ണ് തെറ്റിയാൽ മൂപ്പര് ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി കളി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മൂപ്പരിങ്ങ് കൂട്ടിയിട്ടിങ്ങ് പോരുകയാണേ. അങ്ങനെ അപ്പുറത്തുനിന്ന് സാവിത്രി ചേച്ചിൻ്റെ മരം മുറിച്ചാരം കുറച്ച് ഞെള്ളികളൊക്കെ കിട്ടീന് കേട്ടോ. ഇതാണെങ്കിൽ ഒരു മെനക്കേടുള്ള വിറകായിട്ട് കേട്ടോ തോന്നിയത്. പക്ഷേങ്കിൽ നമുക്ക് കത്തിക്കാൻ കുറച്ച് വിറകിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഉമ്മാമ അത് പൊട്ടിക്കുന്ന കണ്ടാലും ഞാൻ വേഗം പോയിട്ടൊന്ന് സഹായിച്ചാട്ടോ. കാരണം ഈ ഒരു എന്താ പറയുക, നമുക്കൊരു വേഗം എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു വിറകല്ലല്ലോ ഈ ഞെള്ളുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ഒതുക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മാമ്മയും ബേക്കിൽ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മമ്മ എല്ലാം അവിടെ ഇരുന്ന് കെട്ടിത്തരുന്നുണ്ടേ. അങ്ങനെ ഞാൻ അമ്മയും കൂടി അവസാനം ഇങ്ങനെ ഓരോരോ പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടോ. അപ്പോൾ ഒതുക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ച് ഇനിയിപ്പം കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കത്തിച്ചാൽ മതി. അധികം ഉണങ്ങുമൊന്നും വേണ്ട കേട്ടോ. പച്ചയെ തന്നെ നല്ലോണം കത്തുന്നുണ്ടേന് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചോറ് കഴിക്കട്ടോ. സാധാരണ ഞാനും അമ്മായി എല്ലാവരും കൂടിയുള്ള ആ സമയത്ത് ഞങ്ങളെല്ലാവരും ടേബിൾ മേൽ ഇരുന്ന് കഴിക്കട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വിറക് പണിയൊക്കെ കഴിഞ്ഞ് വൈകിയോണ്ട് ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 4:30 ഒക്കെ ആയിട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ മീൻ കറിയും മീൻ വരട്ടിയതും പൊരിച്ചതും കുറച്ച് അച്ചാറൊക്കെ എടുത്തിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും ടൈം കണ്ടിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഡേയ്സ് ഉണ്ടാകലുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.